കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരാൻ ശക്തനാണ്. എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും എടുത്തു മാറ്റാൻ കഴിവുള്ള ദൈവം. അവിടുത്തെ മഹത്വത്തിൻ്റെ ധനം എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റുന്നതല്ല. ഇന്ന് പകലിലും ദൈവമേ, അങ്ങയുടെ ശക്തിയും അങ്ങയുടെ വിടുതലുകളും എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ആര് തയ്യാറുണ്ട്? അവരെ സഹായിക്കാനും അവരെ ശക്തീകരിക്കാനും ബലം കൽപ്പിക്കാനും എൻ്റെ ദൈവം ഇന്ന് പകലിലും കൂടെയുണ്ട്. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് പ്രവൃത്തിയെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. 4-ാം ദിവസത്തിലും 4 യാമത്തിലും അവിടുന്ന് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്ത ഒരു ദൈവമാണ്, അല്ലേ? നടക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൽ ഒടുക്കത്തെ നാളിലെ സംഭവിക്കുകയുള്ളൂ. ചർച്ചക്കാരൊക്കെ പറഞ്ഞു, ഇവനെ മരിക്കാതാക്കാൻ യേശുവിന് കഴിഞ്ഞില്ലല്ലോ, അപ്പോൾ ഇവിടെ യേശു ഇപ്പോൾ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് പലരും ചിന്തിച്ചത്. യേശു വന്നത് കാണാൻ വേണ്ടിയല്ല, നഷ്ടപ്പെട്ട ജീവനെ മടക്കി നൽകാൻ, ആരോഗ്യത്തെ നൽകാൻ, തകർക്കപ്പെട്ട കുടുംബജീവിതത്തെ പണിയാൻ, ചിതറിപ്പോയ വിഷയങ്ങളെ ഒരുമിച്ച് നിർത്താൻ, പിശാച് പുറകോട്ട് പിടിച്ച് വലിക്കുന്ന സകല സാമ്രാജ്യങ്ങളെയും പൊട്ടിച്ചെറിയാൻ, പിന്തുടർന്ന് നിൽക്കുന്ന ഫറവോൻ്റെ ശക്തികൾ വെല്ലുവിളികളുമായി നിന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ടില്ലേ? പക്ഷെ ദൈവം പറഞ്ഞു, നിങ്ങൾ അവരെയല്ല നോക്കേണ്ടത്, നിങ്ങളോട് വാക്ക് പറഞ്ഞൊരു സർവശക്തനായ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കണം. ഇസ്രായേൽ മക്കൾ എപ്പോഴും അങ്ങനെയാണ്. വെല്ലുവിളികൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ പിറുപിറുക്കാറുണ്ട്. പക്ഷേ വിളിച്ച ദൈവത്തിൻ്റെയും വാക്ക് കേൾപ്പിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും എപ്പോഴും അവർ മറക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലും എത്രയോ അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ദൈവം നമ്മളോട് എത്രയോ തവണ കരുണ കാണിച്ചു, അവിടുത്തെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? ഇനി എഴുന്നേൽക്കാൻ പറ്റില്ല, പരാജയമാണെന്ന് നമ്മൾ പറഞ്ഞ ഘട്ടങ്ങളിലൊക്കെ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങാം, എൻ്റെ കൃപ നിനക്ക് മതി, ഞാൻ നിന്നെ ശക്തീകരിക്കാം. ഒരു സംസാരവും കേൾക്കാതിരുന്നപ്പോഴും ജീവനുള്ള ദൈവത്തിൻ്റെ സംസാരം, ഞാനാകുന്നവൻ ഞാനാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിച്ച് നമ്മളെ ബലപ്പെടുത്തിയ സമയങ്ങളും ഇന്ന് പകൽ ആരും മറന്നു പോകരുത്. ആ ദൈവത്തിന് സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളും നാളെ ഫേസ് ചെയ്യേണ്ടതും പരിഹരിക്കാൻ കഴിയില്ലേ? ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് ഇന്ന് പകൽ വെളിപ്പെട്ടു വരുമെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കുക, കർത്താവേ, അങ്ങയ്ക്ക് കഴിയും, അങ്ങയ്ക്ക് കഴിയും, അങ്ങയ്ക്ക് കഴിയും. യോബ് പറഞ്ഞതുപോലെ, യഹോവേ, അങ്ങയ്ക്ക് സകലവും എല്ലാം അങ്ങയ്ക്ക് കഴിയും. അങ്ങനെ പ്രഖ്യാപിക്കാൻ ഒരു യഥാർത്ഥ ഭക്തനെ കഴിയുള്ളൂ. സ്തോത്രം. മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സമാപ്തി വരുത്തുന്ന ഒരു ദൈവം, ഉത്തരമറുന്ന ഒരു ദൈവം, ഇറങ്ങി വന്ന വീര്യം പ്രവർത്തിക്കുന്നവൻ ഇന്ന് പകലിലും നമ്മോട് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറയാൻ തയ്യാറാകട്ടെ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്നെ വിശാല സ്ഥലത്താക്കി. ഇന്ന് പകലിലും വിളിച്ചപേക്ഷിക്കുമ്പോൾ വിശാല സ്ഥലത്തിലേക്ക് കൊണ്ടുവരുന്ന ഞെരുക്കങ്ങളെയും ഞരക്കങ്ങളെയും മാറ്റി ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയുന്ന ദൈവശബ്ദം കേൾക്കാൻ
ദൈവജനം തയ്യാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 21:4 വാക്യം. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. രാജാവായിരിക്കുമ്പോൾ താൻ പാടിയ ഒരു സങ്കീർത്തനമാണ്. താൻ പറയുന്നത് തുടക്കത്തിലൊന്ന് ശ്രദ്ധിക്കണമേ. യഹോവേ, രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിൻ്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ച്. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. രാജാവ്, യഥാർത്ഥത്തിൽ ദാവീദ് രാജാവാണ്. സൈന്യങ്ങളുണ്ട്, അതിൻ്റെ സ്വാധീനങ്ങളുണ്ട്, ശക്തികളുണ്ട്, സൈന്യാധിപനുണ്ട്, യുദ്ധം ചെയ്യാൻ അറിയാവുന്ന വീരന്മാരായ യോദ്ധാക്കൾ തൻ്റെ കൂടെയുണ്ട്. പക്ഷേ ദാവീദ് പറയുന്ന പ്രസ്താവന നമ്മുടെ ജീവിതത്തിലൊരു പാഠമായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലും കർത്താവേ, ഞാൻ സന്തോഷിക്കുന്നത് അങ്ങയുടെ ബലത്തിലാണ്. അങ്ങ് ബലം നൽകിയില്ലെങ്കിൽ, അങ്ങ് ശക്തി നൽകിയില്ലെങ്കിൽ, അങ്ങ് കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സ്വാധീനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതാണ് മറ്റൊരു സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം ഞങ്ങളുടെ ദുർഗമാണ്, ശക്തി കേന്ദ്രമാണ്. ഇന്ന് പകൽ നമ്മുടെ സ്വയത്തിൽ ആശ്രയിക്കരുത്, ബലത്തിൽ ആശ്രയിക്കരുത്, ധനത്തിൽ ആശ്രയിക്കരുത്. ജോലി ചെയ്യാൻ എനിക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയും. സഹോദരങ്ങളെ, ദൈവമാ ബലം നൽകുന്നത്. ദൈവത്തിൻ്റെ ബലം. ദൈവം ശക്തി നൽകിയില്ലെങ്കിൽ, ആരോഗ്യം നൽകിയില്ലെങ്കിൽ നമുക്കെങ്ങനെ നടക്കാൻ കഴിയുന്നത്? അപ്പോൾ പറയും മെഡിസിൻ കൊണ്ട് ജീവിക്കും, ചിലർക്ക് വേണേൽ പറയാൻ കഴിയും. പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടില്ലേ, മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. മരുന്നുകൾ ശരീരത്തോട് പ്രതികരിക്കണമെങ്കിലും ദൈവം വിചാരിക്കണം. ഈ പകൽ വിളിച്ചു പറയണം, ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ ബലത്തിലാണ് സന്തോഷിക്കുന്നത്. അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണം. ആ ബലമില്ലെങ്കിൽ, ആ ശക്തി ഇല്ലെങ്കിൽ, ആ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയത്തില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ദൈവസഭകൾ തയ്യാറാകട്ടെ, ദൈവമക്കൾ തയ്യാറാകട്ടെ. സ്വയത്തിൽ ആശ്രയിക്കരുത്. 16-ാം സങ്കീർത്തനം ദാവീദ് പറയുന്നു, തനിക്ക് അന്നേരം ഒത്തിരി നന്മകളുണ്ടായിരുന്നു. താൻ പറയുന്നു, യഹോവേ, അങ്ങൊഴികെ എനിക്കൊരു നന്മയില്ല. കാരണം തന്നെ കൊണ്ടുവന്നത് ദൈവം. എവിടുന്നാണ് കൊണ്ടുവന്നത് ദാവീദിന് വ്യക്തമായിട്ടറിയാം. രാജാവാകാൻ മാനുഷ്യമായി യാതൊരു ക്വാളിറ്റിയും ഇല്ലാതിരിക്കുമ്പോൾ അഭിഷേകത്താൽ വിളിച്ചു വേർതിരിച്ച് കണ്ടെത്തി പുറത്തു കൊണ്ടുവന്ന് ഇസ്രയേലിൻ്റെ മൊത്തം രാജാവാക്കി മാറ്റിയത് ദൈവമാണെന്നും, ആ ദൈവമാണ് തനിക്ക് ബലം നൽകിയതെന്നും, ആ ദൈവമാണ് തന്നെ സ്ഥാനത്തെത്തിച്ചതെന്നും അറിഞ്ഞിട്ട് ആ ദൈവത്തെയാണ് സ്തുതിക്കാൻ, ആരാധിക്കാൻ, ആ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിലാണ് നൃത്തം ചെയ്യാൻ ദാവീദ് തയ്യാറായത്. ഇവിടെ നമ്മൾ വായിച്ച വാക്യം, അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു. ദാവീദ് ജീവന് വേണ്ടി അപേക്ഷിക്കുകയാണ്, ആയുസ്സിനു വേണ്ടി അപേക്ഷിക്കുകയാണ്, ബലത്തിനു വേണ്ടി അപേക്ഷിക്കുകയാണ്. കൊടുത്തു എന്ന് മാത്രമല്ല, ദീർഘായുസ്സിനെ കൊടുത്തു. പ്രതിസന്ധികൾ ചെറുതല്ലായിരുന്നു. പ്രതികൂലങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിച്ച് പ്രാണനപകടത്തിലായ ഘട്ടങ്ങൾ. അവിടെയും താൻ ദൈവത്തോട് ചോദിച്ചത്, ദൈവമേ, എനിക്ക് ജീവിക്കണം. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയിരിക്കുന്ന കണ്ടോ, ദീർഘായുസ്സ് നൽകുന്ന ദൈവം. നിന്നെ സൂക്ഷിക്കുക മാത്രമല്ല, ദീർഘായുസ്സ് കൊണ്ട് തൃപ്തി വരുത്തും. തീർന്നു എന്ന് മറ്റൊരു സങ്കീർത്തനത്തിൽ ദാവീദിനെ നോക്കി പലരും പറഞ്ഞില്ലേ? എവിടെയാണ് ദാവീദിന് പറയാൻ കഴിയുന്നത്? ദീർഘായുസ്സ് കൊണ്ട് എന്നെ തൃപ്തി വരുത്തുന്ന ഒരു ദൈവം.
കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കും ഉത്തരമരുളും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തുമെന്ന് 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ ജനത്തിന് ദീർഘായുസ് കൊടുത്ത് ഉത്തരമരുളി പറ്റിയിരിക്കുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലിലും നമ്മുടെ കൂടെയുണ്ട്. അവൻ അപേക്ഷിച്ചതിനെ അവന് കൊടുത്തു. ഈ പകൽ ദൈവം മുൻപാകെ അപേക്ഷിക്കുന്ന വിഷയങ്ങൾ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു. അത് നൽകിത്തരാൻ എൻ്റെ ദൈവം വിശ്വസ്തരാണ്. മഹത്വം ദൈവത്തിന് കൊടുക്കണം, പുകഴ്ച ദൈവത്തിന് കൊടുക്കണം. ദൈവമേ, അങ്ങയുടെ ബലത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നിനക്ക് നിൻ്റെ കുടുംബത്തിനെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ, ബലത്തിനെതിരെ, കുടുംബ ജീവിതത്തിനെതിരെ, തലമുറകൾക്കെതിരെ, ഔദ്യോഗിക മേഖലകൾക്കെതിരെ, ആത്മീയ സുരക്ഷയ്ക്കെതിരെ വാതുകെട്ടി നിൽക്കുന്ന സകല ശക്തികളെയും ജയിക്കാൻ ദൈവം കൃപ നൽകുക മാത്രമല്ല, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തി ദൈവം തൻ്റെ രക്ഷയെ കാണിച്ച് എല്ലാ നാമത്തിനും മേലായ നാമം നിൻ്റെ മേൽ വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ആ നാമത്തിൻ്റെ ശക്തിയാൽ ദൈവം നിന്നെ സഹായിക്കും. ആ നാമത്തിൻ്റെ ശക്തിയാൽ നീ നടക്കും. ആ നാമത്താൽ വിടുതൽ വ്യാപരിക്കും, സൗഖ്യം വ്യാപരിക്കും. എഴുന്നേൽക്കാത്ത വിഷയം ഇന്ന് പകൽ എഴുന്നേൽക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നാളുകളായി ഇനിയും ജീവിക്കാൻ കഴിയുമോ? ഈ വിഷയത്തിനൊരു വിടുതൽ സംഭവിക്കുമോ? എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ? ഈ ചില ഭയത്തിൻ്റെ വ്യാപാരം ഇന്ന് പകൽ സ്വർഗം അഴിക്കുന്നു. വിളിച്ചു പറ, ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ ബലത്തിലാണ് ആശ്രയിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവൻ തരാൻ, ശക്തി നൽകാൻ, ജീവൻ്റെ വഴി കാണിക്കാൻ അങ്ങേക്ക് ഇന്ന് പകലിലും കഴിയും. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ. ചില ഭയത്തിൻ്റെ ശക്തി മാറുക യേശുവിൻ നാമത്തിൽ. കർത്താവിനോട് തികഞ്ഞ സ്നേഹമുണ്ടെങ്കിൽ ഭയം മാറുക യേശുവിൻ നാമത്തിൽ. ദൈവസ്നേഹം ഇന്ന് പകൽ നമ്മുടെ അകത്ത് വരുന്നെങ്കിൽ എൻ്റെ കർത്താവിന് കഴിയുമെന്നും, കർത്താവ് സർവശക്തനാണെന്നും, ഇറങ്ങി വരുന്നവനാണെന്നും, അടുപ്പിൻ്റെ ശക്തി വ്യാപരിപ്പിക്കാൻ ഇന്നും അവിടത്തേക്ക് കഴിയുമെന്നും, ഹല്ലേലൂയ ഹല്ലേലൂയ, തകർന്നു പോയതിനെ പണിയുമെന്നും, ശിഥിലമായതിനെ കൂട്ടിച്ചേർക്കുമെന്നും, അറ്റുപോയ കണ്ണുകളെ ബന്ധിപ്പിക്കാൻ ഇന്നും എൻ്റെ ദൈവത്തിന് കഴിയുമെന്നും. ഹല്ലേലൂയ. ഇനിയും പഠിച്ചാൽ ജയിക്കുമോ? ബുദ്ധി പ്രകാശിക്കാൻ കഴിയാതെ ഭയപ്പെടുന്ന ചിലർ കുഞ്ഞുങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ബുദ്ധിയെ ദൈവം തുറക്കുന്നു. എന്നെക്കൊണ്ട് ഇനി അത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ചില യുവാക്കളെ, നിങ്ങളെക്കൊണ്ട് തന്നെ ദൈവത്തിന് അത് ചെയ്യിപ്പിക്കാൻ കഴിയും. വിശ്വസിക്കുക മാത്രം ചെയ്യൂ. നിങ്ങൾ വിട്ടുകൊടുക്കൂ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ അകത്തേക്ക് വരുന്നോ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അകത്തേക്ക് വരുമ്പോൾ നിങ്ങളെക്കൊണ്ട് തന്നെ ദൈവത്തിന് അത് ചെയ്യിപ്പിക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കൂ. പിതാവേ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചിരിക്കാൻ സ്തോത്രം. അങ്ങയുടെ ബലത്തിൽ ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബലം ഞങ്ങളുടെ മേൽ വരുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ഞങ്ങളുടെ അകത്തേക്ക് വന്ന് ദീർഘായുസ് നൽകി, ആരോഗ്യം നൽകി, ആത്മശക്തി നൽകി, അഭിഷേകത്തോടെ ഇന്ന് പകലിൽ ഞങ്ങളെ നിർത്തുന്നതിനായി സ്തോത്രം. വിടുതൽ വ്യാപരിച്ചിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തന്നെ. ആമേൻ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ ആശ്രയിക്കൂ. ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ച് പാടൂ. ആ ദൈവശക്തി നമ്മുടെ അകത്തേക്ക് വരും. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ദൈവം നമ്മളെ സഹായിക്കും. അവിടുത്തെ ശബ്ദം കേൾപ്പിക്കും. ഇന്ന് പകൽ മേൽപ്പിച്ചു കൊടുക്കൂ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.